എന്നുള്ളതാണ്. നേരത്തെ ഈ അപകടമുണ്ടായ തൊട്ട് പിന്നാലെ തന്നെ മന്ത്രിയുടെ നിർദ്ദേശം വന്നിരുന്നു. ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ചികിത്സാ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നുള്ള നിർദ്ദേശമാണത്. മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, ജനറൽ ആശുപത്രിയിലും ഒപ്പം തന്നെ സമീപത്തുള്ള മറ്റ് ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നത്. ഇപ്പോൾ മന്ത്രി വീണ ജോർജ് തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. മന്ത്രി വി എൻ വാസവനും കെ രാജനും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അവരും അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവരൊരു പക്ഷേ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും എന്ന് നമ്മൾ കരുതുന്നു. കൂടാതെ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ആ സംഭവ സ്ഥലത്ത് ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ നൽകുകയും ചെയ്തതാണ്. DIGക്ക് ഒപ്പം ഇതിൻ്റെ മേൽനോട്ട ചുമതലയും നൽകി DGP 24 പറഞ്ഞിരുന്നു. ആ തരത്തിലേക്ക് ഏറ്റവും ദുഃഖകരമായൊരു സംഭവത്തിനാണ് നാട് സാക്ഷ്യം വഹിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിനായുള്ള വെടിക്കെട്ടുപുര, ആ പടക്കങ്ങളൊക്കെ ഒരുക്കുന്ന വെടിക്കെട്ടുപുര, തിരുവമ്പാടി ദേവസ്വത്തിന് വേണ്ടി ഒരുക്കുന്ന വെടിക്കെട്ടുപുര, 5 വെടിക്കെട്ടുപുരകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മുണ്ടത്തിക്കോട് അവിടെയാണ് വലിയ ദുരന്തമുണ്ടായത്. വലിയ സ്ഫോടനത്തിൽ മരണം 13 ആയിരിക്കുന്നു. ഷാരിഖ് നവാസ് ഒരിക്കൽ കൂടിയുണ്ട്. ഷാരിഖ്, ഇപ്പോൾ 13 മരണം എന്നുള്ളതാണ്. അവിടെ തൊട്ടടുത്ത് വീടുകളൊന്നും ഇല്ല എന്നത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പാടില്ല എന്ന്, അത് നിയമപ്രകാരം തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത് ഇത്ര വലിയ സ്ഫോടനമായതുകൊണ്ടാണ്, ആ കുറച്ച് ദൂരെയാണെങ്കിൽ പോലും ആ വീടുകളിലേക്ക് ഇതിൻ്റെ ചീളുകൾ ചെല്ലുകയും ജനൽ ചില്ലുകളൊക്കെ തകരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഏതായാലും അവിടെയുള്ള ആർക്കും പരുക്കൊന്നും ഏറ്റിട്ടില്ല എന്നുള്ളതൊരു ആശ്വാസകരമായ വിവരമാണ്. നിലവിൽ നൽകാനുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനുജ, ഇപ്പോഴും അതായത് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ പുക ഉയരുന്നുണ്ട്. അപ്പോൾ പുക കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തുടരെ അതിലേക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ പുക ഇപ്പോഴും ഉയരുന്നുണ്ട്. അത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ ഇനിയും പടക്കങ്ങൾ അതിൽ അവശേഷിക്കുകയോ മറ്റും ഉണ്ടെങ്കിൽ വീണ്ടും അതൊരു പൊട്ടിത്തെറിക്ക് സാധ്യത ഉണ്ടാവും എന്ന് ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഫയർഫോഴ്സ് സംഘം തുടരെ അതിലേക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രവുമല്ല, കൂടുതൽ ആളുകൾ, അതായത് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിറയെ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റു രക്ഷാപ്രവർത്തനങ്ങൾ, അതായത് ഇനിയും ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ മറ്റെന്തെങ്കിലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിൽ, കാരണം ഈ ഭാഗത്ത് ഒരു വലിയൊരു പാടമാണ്, നെൽപ്പാടമാണ്. ഇതിന് ചുറ്റിനും മുഴുവനും ഈ നാട്ടിലെ ആളുകളും അതുപോലെ തന്നെ പോലീസുകാരും ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ തരത്തിലുള്ള കാരണം ഈ ഭാഗം ഇപ്പോൾ ഇരുട്ടാവുകയാണ്. അപ്പോൾ അത്തരത്തിൽ വെളിച്ചം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പം കെ രാധാകൃഷ്ണൻ MP കൂടെ ചേരുന്നുണ്ട്. ഇപ്പോൾ എന്താണ് രക്ഷാപ്രവർത്തനം, എങ്ങനെയൊക്കെയാണ് പുരോഗമിക്കുന്നത്? രക്ഷാപ്രവർത്തനം മനുഷ്യസാധ്യമായ രീതിയിലെല്ലാം നടന്നു വരികയാണ്. നമ്മുടെ ജില്ലാ ഭരണകൂടം, അതുപോലെ പോലീസ്, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ്, അതുപോലെ റവന്യൂ വകുപ്പ് എല്ലാം വലിയ രീതിയിലുള്ള ഇടപെടലാണ് നടക്കുന്നത്. അപ്പം നമുക്ക് 21ഓളം ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളൊഴികെ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ മെഡിക്കൽ കോളേജിലാണ്. 12ഓളം ബോഡികൾ കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. അത് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നത് വളരെ പരിമിതമാണ്. ഒരുപക്ഷെ ഇനിയും ഈ വെടിക്കെട്ടപകടം ഉണ്ടായ പ്രദേശത്ത് ജീവനുള്ളോ അല്ലാതെയോ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള റിസർച്ച് നടത്തണം. അപ്പം നമുക്ക് രാത്രിയായിട്ടിപ്പോൾ ലൈറ്റ് വെച്ചിട്ടുള്ള പരിശോധനയാണ്. പിന്നെ എന്താ വെച്ചാൽ വെടിക്കെട്ട് പൂർണ്ണമായിട്ടും അവസാനിച്ചില്ലായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 2 മണിക്കൂറിലധികം ഈ വെടിക്കെട്ട് അപകടമുണ്ടായ സ്ഥലത്ത് വെടിക്കെട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭയമില്ലാതെ ഈ സെർച്ച് ചെയ്യുന്ന ആളുകളുടെയും ജീവൻ രക്ഷിക്കേണ്ടത്. അപ്പോൾ അതുകൂടി അതിൻ്റെ പ്രിക്കോഷൻസും കൂടി എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെളിച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. ഇതുപോലെ 12 വെളിച്ചം സ്ഥാപിക്കാനുള്ള സംവിധാനങ്ങളുണ്ടായിട്ടുണ്ട്. എത്ര പേരുണ്ടായിരുന്നു അറിയാമോ നേരത്തെ? ഇല്ല അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കുറച്ച് പേര് വെള്ളം കുടിക്കാനായിട്ട് പോയി. 21 പേര് ഇപ്പോൾ അപകടം പറ്റിയ ആളുകളെ കൊണ്ടുപോയി. 7 പേര് വെള്ളം കുടിക്കാനായിട്ട് പോയിട്ടുണ്ട്, അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവശേഷിച്ച 10-20 പേരുണ്ടാവും എന്നുള്ള കൃത്യതയില്ല. അതിൽ കുറച്ച് പേര് ഇവിടെ വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എത്ര പേര് പോയിട്ടുണ്ടെന്ന് അറിയില്ല. കൃത്യമായ ഒരു നമ്പർ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. സമീപത്തെ വീടുകൾ ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വലിയൊരു പ്രകമ്പനം ഉണ്ടായി എന്നാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രകമ്പനമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ, തെങ്ങ് നിന്ന് കത്തുകയാണ്. അതുപോലെ ബോഡിയൊക്കെ തെറിച്ചു പോയത് 100 കണക്കിന് മീറ്റർ അപ്പുറയാണ് ബോഡിയുടെ അവശിഷ്ടങ്ങൾ കണ്ടത്.
അപ്പോൾ ഈ വെടിക്കെട്ട് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ബോഡി കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം മനുഷ്യൻ്റെ ബോഡി പീസായി പോകും. 2006 സമാനമായിട്ടുള്ളൊരു അപകടമാണ് തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് പാടൂക്കാടുണ്ടായത്. അത് ഈ ബോഡികൾ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അത് ഭൂരിപക്ഷം എന്ന് ചേലക്കര വെന്നൂർ ഭാഗത്തുള്ള ആളുകളാണ് മരിച്ചത്. പിന്നെ നമ്മൾ ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു രീതിയിലാണെന്ന് കൈകാര്യം ചെയ്തത്. അപ്പോൾ ഇപ്പോൾ 12 പേര് മരിച്ചു. അവരുടെ ബോഡി 1-2 ആളുകൾ മാത്രം തല കിട്ടിയെങ്കിലാണ് ഇന്ന ആളാന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തത് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് താമസം ഉണ്ടാവും. അപ്പം നാളത്തോടു കൂടി ബോഡിയെല്ലാം പിന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് അതാത് വീടുകളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിയത്. സർക്കാരിൻ്റെ ഇടപെടലുകളെല്ലാം ഉണ്ടാവും ഈ രക്ഷാപ്രവർത്തനത്തിലും മറ്റും. മന്ത്രി ഇടപെട്ടിരുന്നു. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ റവന്യൂ മന്ത്രി, അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി, എല്ലാ മന്ത്രിമാരും. ഇപ്പോൾ ഇങ്ങോട്ട് ഈ സ്പോട്ടിലേക്ക് നമ്മുടെ റവന്യൂ മന്ത്രിയും അതുപോലെ തന്നെ സഹകരണ മന്ത്രിയും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും എല്ലാം പുറപ്പെട്ടിരുന്നതാണ് മനസ്സിലാക്കാൻ. എത്തുമായിരിക്കും, അവർ രാത്രി എത്തുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഇവിടെ ഇപ്പോൾ ഒരുവിധം രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നല്ലപോലെ നടത്തുന്നത് നമ്മുടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടമുണ്ട്. അതുപോലെ SP IG-മാരെത്തിയിട്ടുണ്ട്, പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതുപോലെ ആരോഗ്യ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും എത്തിയിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞു. അനുജ, അത്തരത്തിൽ വളരെ ഊർജ്ജമായി തന്നെ അതായത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോഴും ആരെങ്കിലും അതായത് ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഇപ്പോൾ ഒരു ഇതിൽ തടസ്സമായി നിൽക്കുന്നത് ഇവിടെ ഇരുട്ട് വീണ് കഴിഞ്ഞു. കാരണം ഒരു പാടപ്രദേശമാണ്, വലിയ ചുറ്റു പാടങ്ങളാണ്. അപ്പോൾ ഇരുട്ട് വീണ് കഴിഞ്ഞു. ഇപ്പോൾ ഇനി വെളിച്ചമാണ് ഇപ്പോൾ ഒരു രക്ഷാപ്രവർത്തനത്തിനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സമായി വരുന്നത്. അപ്പോൾ വെളിച്ചം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചു വരികയാണ്. അത്തരത്തിൽ ഇനി ഇപ്പോൾ കൂടുതൽ അതായത് മന്ത്രിമാരുൾപ്പെടെയുള്ള സംഘം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അതായത് തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇപ്പോൾ പുക മാത്രമാണ് ഉയരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.